നമസ്കാരം, ഈടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിയാൽ മിക്കതും റെഡിലായിരിക്കല്ലേ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ടെൻഷൻ തോന്നുന്നുണ്ടോ? ഈ സാഹചര്യത്തിൽ കൂടുതൽ വാങ്ങുകയാണോ എക്സിറ്റ് ആവുകയാണോ വേണ്ടതെന്ന കൺഫ്യൂഷൻ ഉണ്ടോ? നല്ല ഫണ്ടാണെങ്കിൽ ഇത് അവസരം തന്നെയാണ്. അതേസമയം നല്ല ഫണ്ട് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി SIPയുടെ കാര്യം നോക്കാം. മ്യൂച്വൽ ഫണ്ട് SIP നിർത്തണോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് വിപണിയുടെ താൽക്കാലിക മാറ്റങ്ങളാണോ അതോ നിങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളാണോ അതിന് കാരണമെന്ന് കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഭൂരിഭാഗം കേസുകളിലും വിപണി താഴേക്ക് പോകുമ്പോൾ SIP നിർത്തുന്നത് തെറ്റായ തീരുമാനമാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ അതാണ് ഉചിതമായ തീരുമാനം. ഒരു ഫണ്ടിൽ പ്രത്യേകിച്ചും നിങ്ങൾ SIP നടത്തുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന സാഹചര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ സൂചന ഫണ്ടിന്റെ തുടർച്ചയായ മോശം പ്രകടനമാണ്. ഒരു ഫണ്ട് തുടർച്ചയായി 3 വർഷമോ അതിൽ കൂടുതലോ കാലം അതിന്റെ ബെഞ്ച്മാർക്കിനേക്കാളും സമാനമായ മറ്റു ഫണ്ടുകളെക്കാളും മോശം പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ആ ഫണ്ടിലെ SIP നിർത്തി മികച്ച പ്രകടനം നടത്തുന്ന മറ്റു നിലയ്ക്ക് മാറുന്നത് പരിഗണിക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് മോശം പ്രകടനമാണോ കാഴ്ചവെക്കുന്നതെന്ന് കണ്ടെത്താൻ പ്രധാനമായും ഇനി പറയുന്ന പാരാമീറ്ററുകൾ ഉപയോഗിക്കാം. ബെഞ്ച്മാർക്ക് താരതമ്യം തന്നെയാണ് ഇതിൽ ആദ്യം. എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കും ഒരു നിശ്ചിത ബെഞ്ച്മാർക്ക് ഇൻഡെക്സ്, ഉദാഹരണത്തിന് Nifty 50, BSE Sensex ഉണ്ടായിരിക്കും. കഴിഞ്ഞ 1 വർഷത്തിലോ 3 വർഷത്തിലോ 5 വർഷത്തിലോ ഫണ്ടിന്റെ റിട്ടേണും ബെഞ്ച്മാർക്കിന്റെ റിട്ടേണും താരതമ്യം ചെയ്യുക. നിങ്ങളുടെ ഫണ്ട് തുടർച്ചയായി ബെഞ്ച്മാർക്കിനേക്കാൾ കുറഞ്ഞ റിട്ടേൺ ആണ് നൽകുന്നതെങ്കിൽ ആ ഫണ്ടിന്റെ പ്രകടനം തൃപ്തികരമല്ല എന്ന് കരുതാം. പിയർ കമ്പാരിസൺ ആണ് അടുത്തത്. ഒരേ കാറ്റഗറിയിൽ, ഉദാഹരണത്തിന് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് പെട്ട മറ്റു ഫണ്ടുകളുമായി നിങ്ങളുടെ ഫണ്ടിനെ താരതമ്യം ചെയ്യുക. ഒരേ കാറ്റഗറിയിലുള്ള മറ്റു ഫണ്ടുകൾ മികച്ച ലാഭം നൽകുമ്പോൾ നിങ്ങളുടെ ഫണ്ട് മാത്രം പിന്നിലാണെങ്കിൽ ആ ഫണ്ട് മാനേജറുടെ തീരുമാനങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ആണ് അടുത്തത് നോക്കാവുന്നത്. കേവലമായ ലാഭം അഥവാ അബ്സല്യൂട്ട് റിട്ടേൺ മാത്രം നോക്കുന്നത് പൂർണ്ണമായ ചിത്രം നൽകില്ല. റിസ്ക് എടുക്കുന്നത് അനുസരിച്ചാണോ ഫണ്ട് ലാഭം നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ ആൽഫ, ഷാർപ്പ് റേഷ്യോ, സോർട്ടിനോ റേഷ്യോ എന്നിവ നോക്കേണ്ടതുണ്ട്. പോസിറ്റീവ് ആൽഫ എന്നാൽ ഫണ്ട് ബെഞ്ച്മാർക്കിനേക്കാൾ മികച്ച പ്രകടനം നടത്തുന്നു എന്നാണ് അർത്ഥം. നെഗറ്റീവ് ആൽഫ സൂചിപ്പിക്കുന്നത് ഫണ്ട് മോശമാണ് എന്നാണ്. ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ഫണ്ട് നല്ലതാണ്. എപ്പോഴും പറയുന്നത് പോലെ എക്സ്പെൻസ് റേഷ്യോയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമാനമായ മറ്റു ഫണ്ടുകളെ അപേക്ഷിച്ച് നിങ്ങളുടെ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ അനാവശ്യമായി കൂടുതലാണെങ്കിൽ അത് നിക്ഷേപകന്റെ ലാഭത്തെ ദീർഘകാലമായി കുറയ്ക്കും. പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ് അടുത്തത്. ഫണ്ട് മാനേജർ എത്ര തവണ ഫണ്ടിലെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് കാണിക്കുന്നു. വളരെ ഉയർന്ന ടേൺ ഓവർ റേഷ്യോ അർത്ഥമാക്കുന്നത് ഫണ്ട് മാനേജർ അമിതമായി ഓഹരികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് ട്രാൻസാക്ഷൻ ചാർജ് വർദ്ധിപ്പിക്കുകയും ഫണ്ടിന്റെ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും. ഇനി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. മാനേജർ മാറ്റമാണ് ഇതിലാദ്യം. ഫണ്ട് മാനേജർ മാറുമ്പോൾ ഫണ്ടിന്റെ പ്രവർത്തന ശൈലിയിലും മാറ്റം വരാം. പുതിയ മാനേജർ വന്നതിന് ശേഷം തുടർച്ചയായി മോശം പ്രകടനമാണോ എന്ന് ശ്രദ്ധിക്കുക. മാർക്കറ്റ് സൈക്കിൾ ആണ് അടുത്തത്. വിപണി കൂപ്പുകുത്തുമ്പോൾ എല്ലാ ഫണ്ടുകളും താഴേക്ക് പോകും. അപ്പോൾ മാത്രം വിലയിരുത്താതെ വിപണി മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഫണ്ട് പിന്നിലാണോ എന്ന് ഉറപ്പുവരുത്തുക. ഈ വിവരങ്ങൾ ലഭിക്കാൻ വാല്യൂ റിസർച്ച്, മോർണിംഗ് സ്റ്റാർ തുടങ്ങിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം. അവിടെ കമ്പയർ ഫണ്ട്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫണ്ടിനെയും ബെഞ്ച്മാർക്കിനെയും അനായാസം താരതമ്യം ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം, ഉദാഹരണത്തിന് കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വീട് വാങ്ങൽ പോലുള്ള അടുത്ത 2 മുതൽ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകാൻ പോവുകയാണെങ്കിൽ വിപണിയിലെ റിസ്ക് ഒഴിവാക്കാൻ SIP നിർത്തി പണം സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് അഥവാ ഡെപ്റ്റിലേക്കോ അല്ലെങ്കിൽ FDയിലേക്കോ മാറ്റുന്നതാണ് ബുദ്ധി. തൊഴിൽ നഷ്ടം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ വലിയ ചികിത്സാ ചെലവുകൾ തുടങ്ങിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുകയാണെങ്കിൽ താൽക്കാലികമായി SIP നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഓഹരി വിപണിയിലെ മികച്ച പ്രകടനം കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഓഹരികളുടെ പങ്കാളിത്തം അഥവാ ഇക്വിറ്റി അലോക്കേഷൻ വിചാരിച്ചതിലും വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ പുതിയ നിക്ഷേപങ്ങൾ കുറയ്ക്കുകയോ മാറ്റുകയോ ചെയ്യാം. നിങ്ങൾ തിരഞ്ഞെടുത്ത ഫണ്ടിന്റെ നിക്ഷേപ രീതിയോ അല്ലെങ്കിൽ ലക്ഷ്യമോ മാറിയാൽ അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് യോജിക്കാത്തതാകാം. അങ്ങനെയെങ്കിൽ അത് നിർത്താം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നൊരു കമന്റ് ഹൈ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഫണ്ട് പ്രോബ്ലം ആണോ എന്നാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്നത് ഒരു ഫണ്ട് എത്രത്തോളം ജനപ്രിയമാണ് എന്നും എത്ര വലിയ തുക കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നും കാണിക്കുന്ന ഒരു അളവുകോൽ മാത്രമാണ്. ഉയർന്ന AUM ഉള്ളതുകൊണ്ട് മാത്രം ഒരു ഫണ്ട് മോശമാകണമെന്നില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇത് ചില വെല്ലുവിളികൾ സൃഷ്ടിക്കാറുണ്ട്. ആദ്യം ഉയർന്ന AUM ഉള്ളതുകൊണ്ടുള്ള ഗുണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ തന്നെയാണ്. ഫണ്ടിന്റെ AUM കൂടുന്നതിനനുസരിച്ച് മാനേജ്മെന്റ് ചിലവുകൾ കൂടുതൽ നിക്ഷേപകർക്കിടയിൽ വീതിക്കപ്പെടുന്നു. അതിനാൽ ഉയർന്ന അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഉള്ള ഫണ്ടുകൾക്ക് സാധാരണയായി കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ആയിരിക്കും ഉണ്ടാവുക. ഇത് നിക്ഷേപകന് ലാഭകരമാണ്. രണ്ടാമത്തേത് സ്ഥിരതയാണ്.
വലിയൊരു തുക കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകൾക്ക് വിപണിയിലെ ചെറിയ ഇടിവുകളെ വലിയൊരു പരിധി വരെ അതിജീവിക്കാൻ സാധിക്കും. മൂന്നാമത്തേത് ലിക്വിഡിറ്റിയും നേട്ടവുമാണ്. കൂടുതൽ പേർ നിക്ഷേപിക്കുന്നത് തന്നെ യൂണിറ്റുകൾ വാങ്ങാനോ വിൽക്കാനോ എളുപ്പമാണ്. ഉയർന്ന അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എപ്പോഴാണ് പ്രശ്നമാകുന്നത്? പ്രധാനമായും മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലാണ് ഉയർന്ന അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഒരു പരിധി വരെ തിരിച്ചടിയാകുന്നത്. നിക്ഷേപ അവസരങ്ങളുടെ കുറവാണ് ഇതിന് കാരണം. അതായത് സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് കമ്പനികൾക്ക് വിപണി മൂല്യം കുറവായിരിക്കും. ഫണ്ടിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അമിതമായി വർദ്ധിക്കുകയാണെങ്കിൽ ഫണ്ട് മാനേജർക്ക് ഈ ചെറിയ കമ്പനികളിൽ വലിയ തുക നിക്ഷേപിക്കാൻ സാധിക്കില്ല. അതായത് ഒരു പരിധിയിൽ കൂടുതൽ ഓഹരികൾ വാങ്ങാൻ സാധിക്കില്ല. പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ ആണ് അടുത്തൊരു ലിമിറ്റേഷൻ. നിക്ഷേപിക്കാൻ നല്ല കമ്പനികൾ ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ ഫണ്ട് മാനേജർ ഒരേ കമ്പനിയിൽ തന്നെ വലിയ തുക നിക്ഷേപിക്കും. ഇത് റിസ്ക് വർദ്ധിപ്പിക്കും. ഫ്ലെക്സിബിലിറ്റി കുറയുന്നു എന്നതാണ് അടുത്തൊരു ലിമിറ്റേഷൻ. ഒരു വലിയ ഫണ്ടിന് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പോർട്ട്ഫോളിയോ മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഫണ്ടിന്റെ കാറ്റഗറി ശ്രദ്ധിക്കുക. ലാർജ് ക്യാപ് ഫണ്ടുകൾക്ക് ഉയർന്ന എയും വലിയ പ്രശ്നമല്ല. അവയ്ക്ക് വലിയ കമ്പനികൾ നിക്ഷേപിക്കാൻ വിശാലമായിട്ടുള്ള അവസരമുണ്ട്. എന്നാൽ സ്മോൾ ക്യാപ് അല്ലെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടുകൾക്കാണെങ്കിൽ അമിതമായ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് വളർച്ചയുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഫണ്ട് ഹൗസുകൾ തന്നെ ഇത്തരം ഫണ്ടുകൾ ലംസം നിക്ഷേപം നിർത്തുകയോ SIP മാത്രം അനുവദിക്കുകയും ചെയ്യാറുണ്ട്. ഇത് ഫണ്ട് മാനേജർക്ക് സുഗമമായി ഫണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. പെർഫോമൻസ് നോക്കുക. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് വർദ്ധിച്ചതുകൊണ്ട് മാത്രം ഫണ്ടിന്റെ പെർഫോമൻസിൽ ഇടിവുണ്ടോ എന്ന് പരിശോധിക്കുക. ഉയർന്ന അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഉണ്ടായിട്ടും ഫണ്ട് അതിന്റെ ബെഞ്ച് മാർക്കിനേക്കാൾ മികച്ച റിട്ടേൺ നൽകുന്നുണ്ടെങ്കിൽ അത് മാനേജറുടെ കഴിവിനെയാണ് കാണിക്കുന്നത്. അത് നല്ലതാണ്. കേവലം അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൂടിയത് കൊണ്ട് മാത്രം ഫണ്ട് വിൽക്കേണ്ടതില്ല. മറിച്ച് മറ്റ് പ്രകടന പാരാമീറ്ററുകൾ തൃപ്തികരമാണോ എന്ന് മാത്രം പരിശോധിക്കുക. ഉയർന്ന അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഉള്ളതുകൊണ്ട് ഒരു ഫണ്ട് മോശമാണെന്ന് പറയാനാവില്ല. എന്നാൽ ഒരു സ്മോൾ ക്യാപ് ഫണ്ട് അമിതമായി അല്ലെങ്കിൽ വലുതായി അതിന്റെ റിട്ടേൺ മോശമായി തുടങ്ങിയാൽ അതൊരു മുന്നറിയിപ്പായി കാണാവുന്നതാണ്.